ചിലവരുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസും ഞാനെന്ന ഭാവവും കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. പറഞ്ഞു വരുന്നത് നമ്മുടെ അഖിലിനെ കുറിച്ചാണ്. അല്ല, അഖിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അഖിൽ മാരാർ അദ്ദേഹം ആരാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ആക്ച്വലി ഇത് ലൈവ് കാണുമ്പോൾ സത്യം എനിക്ക് ചിരി വരാറുണ്ട്. നേരത്തെ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്നൊരു മനുഷ്യനാട്ടോ, എനിക്കിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇപ്പൊ ശൈത്യ സന്തോഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അതായത് അവര് BB7 ഒരു കണ്ടസ്റ്റന്റ് ആണ്. അവര് കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു പേരിട്ട് അവരെ ആൾക്കാർ വിളിക്കുന്നു. എനിക്കിപ്പോഴും ജനങ്ങളോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ അഖിലിനെ അറിയാമെങ്കിൽ അഖിലും കൂടെ പറഞ്ഞു തരണേ. എന്തിനായിരിക്കും അവരെ നിങ്ങൾ കട്ടപ്പ എന്ന് വിളിക്കുന്നത്? ഞങ്ങൾ അകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള കണ്ടസ്റ്റൻസിനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ശൈത്യ സന്തോഷിനെ ഇന്നും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. അനുമോൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അനുമോൾക്കെതിരെ എന്താണ് പ്രവർത്തിച്ചത് ഇന്നും അനുമോൾ തുറന്നിട്ടില്ല. BB7 എന്ന ആ ഒരു സീസൺ അവസാനിച്ചു. PR കൊണ്ടോ അല്ലാതെയോ പകുതി കളിച്ചിട്ടോ എങ്ങനെയോ അനുമോൾക്ക് കപ്പ് കിട്ടി. അത് ജനങ്ങൾ അംഗീകരിച്ചു. അനുമോളുടെ ഷോസും അനുമോളുടെ ഉദ്ഘാടനങ്ങളും ഒക്കെ അനുമോള് മുന്നോട്ട് പോകുന്നു. തനിക്ക് PR കൊണ്ടല്ല കിട്ടിയതെന്ന രീതിയിൽ വെളുപ്പിക്കാൻ പലയിടത്തും പല ശ്രമങ്ങളും നടത്തുന്നു. അതൊക്കെ അനുമോളുടെ ഇഷ്ടം. അനുമോൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. കപ്പ് എന്തായാലും അനുമോൾക്ക് കിട്ടി. ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലെ. സെക്കൻഡ് റണ്ണറപ്പും ഫസ്റ്റ് റണ്ണറപ്പും തേർഡ് റണ്ണറപ്പും ഒക്കെ അവരുടേതായ തിരക്കുകളാൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. മറ്റു കണ്ടസ്റ്റൻസ് അവരുടെ ജോലികളിൽ മുഴുകുന്നു. അത് കഴിഞ്ഞു. ആ ഒരു മിനിമം ബോധമെങ്കിലും കാണിച്ചുകൂടെ ആകില്ലേ നിങ്ങൾക്ക്? പിന്നെ ഒരാളെ പുറകെ നടന്ന് ആക്രമിച്ചാൽ, അതും തന്റെ സീസണിലല്ലാത്ത ഒരാൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു പോകും. അത് തന്നെ ശൈത്യം ചെയ്തുള്ളൂ. അപ്പൊ അഖില് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ BB7 പങ്കെടുത്ത മത്സരാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതും കുത്തിപ്പറയുന്നതും ചൊറിയുന്നതും ഒക്കെ സ്വാഭാവികം. 2 വർഷം മുമ്പ് നടന്ന സീസണിലെ മത്സരാർത്ഥിയായ അഖിൽ മാരാർക്ക് ഇതിലെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അയാളുടെ സ്റ്റാൻഡേർഡ്, അയാളോട് കുറച്ചൊക്കെ ബഹുമാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ വന്നിരുന്ന് ലൈവിൽ ഇരിക്കുന്നത് തന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോകും അഖിൽ മാരാർ. കാരണം ഷാനവാസൊക്കെ എത്രയോ ഭേദം. അയാളുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് മത്സരാർത്ഥികളുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ വാൺ ചെയ്തപ്പോൾ പുള്ളിയെ നിർത്തി. ഇതിപ്പോ അഖിൽമാരാർ അത് ഏറ്റെടുത്തിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊക്കെയാണ് അയാൾ പറയുന്നത്? നിന്റെ അമ്മയുടെ കൂടെ നടക്കുന്ന നിന്റെ അച്ഛനാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോടെ എന്നൊക്കെയാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. ഉളുപ്പുണ്ടോടോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും? അല്ല, ഇപ്പം ഇയാള് വേറെയും കുറെ സ്വന്തമായിട്ട് ഇരുന്ന് പൊങ്ങുന്ന കേൾക്കാം. എന്നോട് ആൾക്കാർ പറഞ്ഞു ശൈത്യ സന്തോഷിന് അല്ലെങ്കിൽ മാക്രികൾക്ക് മറുപടി കൊടുക്കണമെന്നത്രേ. മാക്രികൾക്ക് മറുപടി കൊടുക്കാൻ നിങ്ങളാരാ? നിങ്ങൾ സുവോളജിയാണോ ഡിഗ്രിക്ക് പഠിച്ചത്? മാക്രിയുടെ അനാട്ടമിയൊക്കെ ഇരുന്ന് പറയുന്ന കേട്ടോണ്ട് ചോദിച്ചാട്ടോ. അതായത് മറുപടി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനകത്ത് സ്വയം പൊങ്ങിത്തരം കുറെ പറയുന്നുണ്ട്. എന്നോട് ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞത്രേ